25th ഓഗസ്റ്റ്. ഇന്ന് ഷാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തായാലും എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റ്. അപ്പോൾ നൈറ്റിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആക്കാണല്ലോ, അതൊക്കെ പ്ലാൻ ചെയ്ത് ഓൾറെഡി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ കേക്ക് ഇപ്രാവശ്യം ഞങ്ങൾ നോ പറഞ്ഞ സംഭവമായിരുന്നു. ഇപ്രാവശ്യം കേക്ക് വേണ്ട, എല്ലാ പ്രാവശ്യവും കേക്ക് വാങ്ങലും കട്ട് ചെയ്യലും അതൊക്കെ തന്നെയല്ലേ പരിപാടി. അപ്പോൾ ഇപ്രാവശ്യം കേക്ക് വേണ്ട, നമുക്ക് കേക്കിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഇഷ്ടമുള്ള ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം. എന്താണ് വേണ്ടത് അങ്ങനെയൊന്നും ചോദിക്കാതെ എന്ത് വേണം എന്ന് ചോദിച്ചിട്ട് അത് വാങ്ങിക്കൊടുക്കാമെന്നായിരുന്നു ഈ കൊല്ലത്തെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ. തന്നെയാണ് കേക്ക് ഓർഡർ ചെയ്തത്. അപ്പോൾ വൈകുന്നേരം ആയപ്പം അതെത്തി. പിന്നെ ആ ലൈറ്റിൽ തന്നെ അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാമല്ലോ, ഞാൻ ഉദ്ദേശമായിട്ട് സിമ്പിളാക്കിയിട്ട് തന്നെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഞാൻ മിക്ക ടൈമിലും അവിടെ തന്നെയാണ് ഓർഡർ കൊടുക്കൽ. അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഫീസറിലേക്ക് കയറ്റി. അപ്പോൾ അത് നല്ല സെറ്റായിക്കോളും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് താഴോട്ട് എടുത്ത് വെച്ചാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ ഷാ വരുമ്പോൾ തന്നെ 10-10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞാൻ പറഞ്ഞു എന്തായാലും ഗിഫ്റ്റ് തരുന്നത് വീഡിയോ എടുക്കണം. ഗിഫ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് വാങ്ങിയതാണെന്നുണ്ടെങ്കിലും എനിക്കങ്ങനെ ഒരു വീഡിയോ എടുക്കാണ്ടെന്നൊക്കെ പറഞ്ഞ പേരിൽ മാറ്റാണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ പിന്നെ ഞാൻ കേക്കും കൊണ്ട് ചെന്നത്. Happy birthday to you. Happy birthday. എല്ലാ പ്രാവശ്യവും കേക്ക് വാങ്ങലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ആ പരിപാടി വേണ്ടാന്ന് വെച്ചങ്ങാണ്ട് ഞാൻ ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല എക്സ്ട്രാ ആക്കി സെറ്റ് ചെയ്തത്. അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ വന്നിട്ട് എനിക്ക് ആ ഫോട്ടോ എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ആൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞങ്ങാണ്ട് ഞാനിപ്പോൾ വരെ ഫോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞങ്ങാണ്ട് താഴെ പോയി കേക്കൊക്കെ എടുത്തു കൊണ്ടെന്ന്. അപ്പോൾ അനിയത്തി ബാക്കിൽ ക്യാമറ ആയിട്ട് വന്ന്. അപ്പോൾ ഓള് ഉണ്ടായതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്രെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊരാൾ എന്തായാലും ക്യാമറ സപ്പോർട്ട് വേണ്ടി വരും. അങ്ങനെ പിന്നെ ആൾ ചെറിയൊരു സർപ്രൈസ് പ്രതീക്ഷിച്ചിട്ടില്ല സംഭവം. അങ്ങനെ പിന്നെ രണ്ടാളും കൂടി കേക്ക് കട്ട് ചെയ്യലും അങ്ങനത്തെ ഓരോ പരിപാടികളും കുറച്ച് ഫോട്ടോസ് എടുക്കലൊക്കെ ആയിരുന്നു പിന്നത്തെ പരിപാടി. Happy birthday to you. Happy birthday to you. Kolaki. ഞങ്ങളെ ബർത്ത്ഡേ ഒരു 2-3 ദിവസത്തിൻ്റെ ഗ്യാപ്പ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഒരു കേക്ക് കട്ട് ചെയ്ത് പിന്നെ വീണ്ടും 3-ാമത്തെ ദിവസം വീണ്ടും അടുത്ത കേക്ക് കട്ട് ചെയ്യണ്ടേ. അപ്പം ആ പരിപാടി വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇപ്രാവശ്യം കേക്ക് കട്ടിങ് പരിപാടി വേണ്ടാന്ന് വെച്ചത്. ഇങ്ങനെ മധുരം അടിച്ച് കയറ്റണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പം പിന്നെ ഒരു സർപ്രൈസ് ആയത്, തീരെ പ്രതീക്ഷിക്കാതെ കിട്ടിയതല്ലേ. ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തോ. ഞങ്ങളെക്കാളും തന്നെ വാങ്ങാൻ പോയത്. ഇതിന് ഒന്ന് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇത് ഞാൻ കഷ്ടപ്പെട്ടിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം പറഞ്ഞോണ്ട് ഇത് വേണം. എല്ലാ കഷ്ടവും ഇട്ട് ബർത്ത്ഡേ ഗിഫ്റ്റിൻ്റെ പിന്നെ സർപ്രൈസ് കാര്യങ്ങളൊന്നുമല്ല, അത് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് തന്നെ പോയി വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി. കാരണം ഇപ്രാവശ്യം ഞങ്ങൾ പ്ലാനിലുള്ള വേറൊരു കമ്പനി എന്താണോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടിയതെന്ന് ചോദിച്ചിട്ട് അതങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ അല്ലാതെ വേറെ അതിലൊരു സർപ്രൈസ് വേണ്ടാന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നല്ല അടിപൊളി വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.